അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ഷവായിയാണ്. സോ അതിന് വേണ്ടിയുള്ള ചിക്കനൊക്കെ ഞാൻ എടുത്ത് നല്ലോണം ക്ലീൻ ചെയ്ത് ഓരോന്നിലും വരവി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫോർക്കിട്ട് കുത്തി വെക്കാവുന്നതാണ്. പക്ഷേ ഞാൻ എല്ലാത്തിലും തന്നെ വളരെ നൈസായിട്ട് ഫുള്ളും എല്ലാം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഇനി വേണ്ടത് ഒരു 10 കാശ്മീരി ചില്ലി ഒരു വെള്ളത്തിലിട്ട് കുമർത്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ ഒരു സവാള, ഒരു ടൊമാറ്റോ, ഒരു ഹാഫ് സ്പൂൺ ഓഫ് ലെമൺ, ദെൻ കുറച്ച് മല്ലിയിലയും കൂടെയാണ് നമുക്ക് വേണ്ടത് ഈ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി. ഇനി അതുപോലെ പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തെടുക്കാം? ഉപ്പുണ്ട്, ഗരം മസാല, പെരിഞ്ജീരക പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു മിക്സിയിലിട്ട് നല്ലോണം ഒരു പേസ്റ്റൊക്കെ എടുക്കേണ്ടതാണ്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ജ്യൂസി കണ്ടൻറ്റ് വരുന്നുണ്ട്. സോ ഇതെല്ലാം തന്നെ ഞാൻ ഒരു മിക്സിയിലോട്ട് ആക്കിയിട്ടുണ്ട്. 10 കാശ്മീരി മുളക് മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ആ ഒരു എരിവും കളറൊക്കെ കിട്ടുള്ളൂ. പൊടിയുടെ അളവൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. സോ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് നല്ലോണം മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. സോ ഇനി ഇതിനെ ഞാൻ മിക്സിയിലൊന്നിട്ട് അരച്ചിട്ട് വരാം. സോ മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട്. സോ അരച്ചതിന് ശേഷമുള്ള പേസ്റ്റ് പരുവം ഇതാണ്. സോ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല ആവശ്യത്തിന് എരിവ് എൻ്റെ ഇതിലുണ്ടായിരുന്നു. സോ കാശ്മീരി ചില്ലിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കേണ്ടതാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി ഞാൻ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കനിലോട്ട് നമുക്ക് ഈ മസാലയെല്ലാം വീത്തി നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കണം. 4 മണിക്കൂർ മസ്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കണം ഇത്. എങ്കിൽ മാത്രമേ എല്ലാം തന്നെ നല്ല ഗ്രേവി ഇതെല്ലാം തന്നെ ഈ മസാല ഈ ഗ്രേവിയിലോട്ട് നല്ലോണം ഈ ഒരു ചിക്കനിലോട്ട് നല്ല ഗ്രേവി ജ്യൂസിൽ വരുവതിൽ പിടിച്ച് കിട്ടത്തുള്ളൂ. സോ ഞാനിനി ഇത് ഓൾമോസ്റ്റ് 4 മണിക്കൂറോളം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി തന്നെ ഇതുപോലെ നമുക്കൊരു അടപ്പ് പാത്രത്തിൽ വെച്ച് അടയ്ക്കുകയോ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് ഇതാക്കുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 4.5 hours തന്നെ ഇത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴാണ് നല്ല സെറ്റായിട്ട് ചിക്കനെല്ലാം മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരുന്നു. സോ നമുക്ക് സ്പെഷ്യലായിട്ട് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ ഒരു സംഭവം മസാല ഷവായി ചിക്കൻ. സോ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷമുള്ള നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഒരു 4 hours ശേഷമാണ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. സോ എല്ലാം തന്നെ നല്ലോണം പിടിച്ച് ഇരുന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം എല്ലാം ജ്യൂസിൻ്റെ കണ്ടൻ്റ് എല്ലാം തന്നെ നല്ലോണം ഇറങ്ങിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെല്ലാം തന്നെ എന്ത് ചെയ്യണം? കുക്കറിലോട്ട് ആക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഞാൻ അതിന് വേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഓരോ പീസസായിട്ട് നമ്മൾ എടുത്തെടുത്ത് വെക്കേണ്ടതാണ്. സോ കണ്ടില്ല, ഇതുപോലെ എടുത്ത് വെക്കുക. ഓരോ പീസസായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഒറ്റ വിസിൽ കേട്ടോ, ഒരു വിസിൽ കേൾപ്പിച്ചാൽ മാത്രം മതി. ബാക്കി നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ച് കോരിയെടുക്കുകയാണ് ചെയ്യുന്നവർക്ക് അത് അറിയാമായിരിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഞാൻ വീണ്ടും നിങ്ങൾക്കൊന്നും കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ വീണ്ടും വന്ന മസാലകളെല്ലാം തന്നെ കുക്കറിലോട്ടിട്ട് ഒറ്റൊരു വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഗ്രേവിയും കൂടെ അങ്ങ് വീത്തി കൊടുത്താൽ മതി. നല്ല സംഭവം സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഉപ്പ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാമെന്നാണ്. തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്തിടാനും വിട്ടു, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. ഞാനത് ഇതിൻ്റെ ഈ മസാല ഇട്ടതിന് ശേഷം ഞാൻ രണ്ടാമത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാനത് കുക്കറിൽ വെച്ച് ഒറ്റൊരു വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒറ്റ വിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നാവിയെല്ലാം പോയതിന് ശേഷം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എല്ലാം തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു 15-16% ഇത് കുക്കായിട്ടുണ്ട്. ചിക്കൻ എല്ലാം തന്നെ വലിയ പീസസ് ആയിരുന്നല്ലോ. സോ ഒറ്റൊരു വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വിത്തേണ്ടതാണ്. സൺഫ്ലവർ ഓയിലോ പച്ച വെളിച്ചെണ്ണ നമുക്ക് എടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വിത്തി സൺഫ്ലവർ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഓരോ പീസസായിട്ട് അതിനെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഡീപ്പ് ഫ്രൈയിലോട്ട് പോകണ്ട. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ വീത്തിയിരിക്കുന്നത്. ഒരുപാട് എണ്ണയുടെ ആവശ്യവും ഇതിന് വരുന്നില്ല. കുറച്ച് എണ്ണ വീത്തി നമുക്ക് എല്ലാത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് ചിക്കൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 സ്റ്റെപ്പായിട്ടായിരുന്നു ഇതിനെ ഫ്രൈ ആക്കി എടുത്തിരുന്നത്. സോ അങ്ങോട്ട് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് നല്ല 2 സ്റ്റെപ്പായിട്ട് ഞാൻ എല്ലാ ചിക്കനെയും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. സോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് വേവാത്ത പീസസ് എല്ലാം തന്നെ കുറച്ചും കൂടെയൊക്കെ സ്ലോ കുക്കിംഗ് ആണ് കേട്ടോ ഇത് ഞാൻ ചെയ്തിരുന്നത്. വളരെ ലോ ഫ്ലെയിമിലാണ്
ഇതെല്ലാം തന്നെ കുക്ക് ചെയ്തെടുക്കുന്നത്. സോ സ്ലോ കുക്കിങ്ങിൽ വളരെ ടേസ്റ്റിയുമായിരിക്കും, അത് വളരെ നല്ലൊരു ടേസ്റ്റിയുമായിരിക്കും. ആ ഒരു ഫ്ലേവേഴ്സൊക്കെ നല്ലോണം ഇറങ്ങി വെറുതെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നേക്കാളും നല്ലത് സ്ലോ കുക്കിംഗ് തന്നെയാണ്. സോ ഞാൻ എല്ലാം നല്ല സ്ലോ കുക്ക് ചെയ്ത് എല്ലാം നല്ല സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാ പീസസും 2 സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഇതെല്ലാം തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ നമുക്ക് കളേഴ്സ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാവുന്നതാണ് ഈ മസാലയിലെ കൂടെ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, ബിക്കോസ് എൻ്റെ കാശ്മീരി ചില്ലി നല്ല എരിവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ചേർക്കാനൊന്നും പോയില്ല. സോ ഇനി അതേ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കുക്കറിൽ അടിച്ചു വെച്ചിരുന്നതിൻ്റെ ഗ്രേവി കണ്ടല്ലോ, ആ ഗ്രേവിയും കൂടെ ഇതിലോട്ട് ചേർത്ത് നല്ലോണം ഇളക്കി നല്ലോണം കുറുക്കി എടുക്കണം എന്നൊക്കെ പറയുമല്ലോ. നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കേണ്ടതാണ്. നല്ല കട്ടിക്കായിരിക്കണം ഈ ഒരു ഗ്രേവി വരേണ്ടത്. ലൂസായിട്ട് ഗ്രേവി വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ കുറച്ച് കട്ടിക്ക് ഗ്രേവി വേണം എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ നല്ലോണം ബോയിൽ ചെയ്ത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു കട്ടിക്ക് ആ ഒരു ഗ്രേവിയൊക്കെ എനിക്ക് ഈ ഒരു മസാല പരുവം എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട്. സോ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് വേണോ എന്താണെന്ന് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ദെൻ അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. സംഭവം തീരുന്നു, ഇത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഗാർണിഷിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ മല്ലിയില ഇടാൻ വേണ്ടി മറന്നുപോയി ഗൈസ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഷവായിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളുമാണ്, വളരെ വേറൊരു ടേസ്റ്റിൽ. നമുക്ക് എപ്പോഴും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റിയാണ്, ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. സോ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ചുടുചുടാ പൊറോട്ടയും മസാല ഷവായി ചിക്കനുമായിരുന്നു കേട്ടോ. സോ നിങ്ങളുടെ അവിടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ എന്തായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.